An Astrologer's Day by R.K. Narayan. Rasipuram Krishnaswamy Iyer Narayana Swamy or R.K. Narayan was born in 1906. Rasipuram Krishnaswamy Iyer Narayana Swamy alias R.K. Narayan was born in 1906 in Madras. 1906-ലാണ് അദ്ദേഹം മദ്രാസിൽ ജനിച്ചത്. He was a famous Indian writer in English. അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതുന്ന ഇന്ത്യൻ റൈറ്റേഴ്സിലുള്ള ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. He is best known for creating the fictional town Malgudi, which appears in many of his novels and short stories. അദ്ദേഹം മെയിനായി ഫേമസ് ആയിട്ടുള്ളത് എന്തിൻ്റെ കാര്യത്തിലായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഒരു ഇമാജിനറി ഓർ ഫിക്ഷണൽ ടൗൺ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്ക്സുകളിലും, അദ്ദേഹത്തിൻ്റെ നോവൽസിലും ഒരുപാട് ഷോർട്ട് സ്റ്റോറികളിലൊക്കെ ഒരു ഇമാജിനറി പ്ലേസ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരായിരുന്നു മാൽഗുഡി. മാൽഗുഡി എന്നുള്ള സ്റ്റോറി വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളറിയാതെ തന്നെ നമ്മളെ മനസ്സിൽ തോന്നിപ്പോകും അങ്ങനെ ഒരു പ്ലേസ് ശരിക്കും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുവെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്ലേസ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ പേര് അദ്ദേഹം നന്നായിട്ട് പ്രശസ്തനായിരുന്നു എന്നുള്ളതാണ്. ഹിസ് റൈറ്റിംഗ്സ് ആർ സിമ്പിൾ, ഹ്യൂമറസ് ആൻഡ് ഡീപ്ലി റൂട്ടഡ് ഇൻ ഇന്ത്യൻ കൾച്ചർ ആൻഡ് എവറിഡേ ലൈഫ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എന്ന് പറഞ്ഞാൽ സിമ്പിളായിരുന്നു, ലളിതമായിട്ടുള്ള റൈറ്റിങ്സ് ആയിരുന്നു. ആൻഡ് ഹ്യൂമറസ്, എന്നാൽ അതിൽ തമാശകൾ നന്നായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡീപ്ലി റൂട്ടഡ് ഇൻ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ സംസ്കാരവും അതുപോലെ നമ്മളുടെ എവറിഡേ ലൈഫും എല്ലാം അതിൽ നന്നായിട്ട് അതിലേക്കൊക്കെ അദ്ദേഹം നല്ല വേരാഴ്ത്തിയിരുന്നു. മീൻസ് എന്താണ്, ആ ഒരു നമ്മുടെ ഇന്ത്യൻ കൾച്ചറെ നന്നായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ നമ്മുടെ എവറിഡേ ലൈഫിലുണ്ടാകുന്ന ഓരോ സംഭവങ്ങളെയും അദ്ദേഹം നല്ല ഹ്യൂമറസ് ആയ രീതിയിൽ അവതരിപ്പിച്ചിരുന്നു എന്നാണ്. Swamy and Friends, The Guide, Malgudi Days are some of his famous works. He received several honors including Padma Bhushan and Padma Vibhushan. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള വർക്ക്സുകൾ ഏതൊക്കെയായിരുന്നു? സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, ദ ഗൈഡ്, മാൽഗുഡി ഡേയ്സ്. അതേപോലെ തന്നെ മാൽഗുഡി ഡേയ്സ് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ കൃതികളിലെ കഥാപാത്രങ്ങൾ പല കഥകളിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. സ്വാമി എന്നുള്ള കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ദ ഗൈഡിലുണ്ടായിരുന്നു, മാൽഗുഡി ഡേയ്സിലുണ്ടായിരുന്നു. അതുപോലെ സ്വാമി ആൻഡ് ഫ്രണ്ട്സിലൊക്കെ ഈ സ്വാമി എന്നുള്ള ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. And are some of his famous works. He received several honors including Padma Bhushan and Padma Vibhushan. അദ്ദേഹം ഒരുപാട് ഓണേഴ്സ്, ബഹുമതികൾ നേടിയിട്ടുള്ള ആളാണ്. അതിൽ ഏതൊക്കെ ഉൾപ്പെടുന്നുണ്ടായിരുന്നു? പത്മഭൂഷണും പത്മവിഭൂഷണും ഉണ്ടായിരുന്നു എന്നാണ്. ഹി പാസ്ഡ് അവേ ഇൻ 2001 but his stories continue to charm readers of all ages. അദ്ദേഹം 2001 മരിച്ചു. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കഥകളിപ്പോഴും ഓരോ റീഡേഴ്സിനെയും അദ്ദേഹത്തിലേക്ക് എന്ത് ചെയ്യായിരുന്നു, ആകർഷിപ്പിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ്. കണ്ടിന്യൂ ടു ചാം റീഡേഴ്സ് ഓഫ് ഓൾ ഏജസ്, എല്ലാ കാലഘട്ടത്തിലെ വായനക്കാരെയും അദ്ദേഹത്തിൻ്റെ കഥകൾ അട്രാക്റ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. And short summary of An Astrologer's Day. An Astrologer's Day is a short story by R.K. Narayan about a man works as an astrologer in a busy marketplace. An Astrologer's Day is a short story by R.K. Narayan. R.K. Narayan എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് An Astrologer's Day. It's about a man who works as an astrologer in a busy marketplace. ഒരു തിരക്കേറിയ മാർക്കറ്റ് പ്ലേസിൽ വർക്ക് ചെയ്യുന്ന ഒരു അസ്ട്രോളജറെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു ഇത്. Though he has no real knowledge of astrology, he cleverly reads people's faces and tells them what they want to hear.
though he has no real knowledge, though he has no uh, nothing about or no more about astrology, he he cleverly reads people's faces and tells them what they want to hear. പക്ഷെ അദ്ദേഹത്തിന് എന്താണ് അസ്ട്രോളജി, ജ്യോതിശാസ്ത്രം എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്തറിയാമായിരുന്നു? തൻ്റെ അരികിലേക്ക് വരുന്ന ആളുകളുടെ മുഖം വായിച്ചിട്ട് ആൻഡ് അവർക്ക് വേണ്ട ഉത്തരങ്ങൾ, അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഉത്തരങ്ങൾ നൽകാനുള്ള ഒരു ബുദ്ധിസാമർഥ്യം ആർക്കുണ്ടായിരുന്നു? നമ്മുടെ അസ്ട്രോളജർക്ക് ഉണ്ടായിരുന്നു. One morning, he meets a stranger who challenges him to tell his past. One evening, അപ്പോൾ ഒരു വൈകുന്നേരത്ത് അദ്ദേഹം ആരെ കാണുന്നത്? അസ്ട്രോളജർ മീറ്റ്സ് എ സ്ട്രേഞ്ചർ ഹൂ ചാലഞ്ചസ് ഹിം, ഒരു അപരിചിതനായ ഒരാളെ കണ്ടുമുട്ടുകയും ആൻഡ് ഹി ചാലഞ്ചസ് ഹിം ടു ടെൽ ഹിസ് പാസ്റ്റ്. അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിനെ ചാലഞ്ച് ചെയ്യാണ്, വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് ആസ്ട്രോളജി അറിയുമെങ്കിൽ നിങ്ങളെൻ്റെ പാസ്റ്റിനെ കുറിച്ച് പറയണമെന്ന് പറയാം. ടു ഹിസ് സർപ്രൈസ്, ദ astrologer realizes that the man is someone he thought he had killed years ago during a fight. അദ്ദേഹത്തിന് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ അസ്ട്രോളജർ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. ഈ വന്നിരിക്കുന്ന ആളാര്, സ്ട്രേഞ്ചർ ആരാണ്? മുൻപൊരിക്കൽ താൻ കൊല്ലാൻ ശ്രമിച്ചില്ല. ഹി ഹാഡ് കിൽഡ് ഇയേഴ്സ് എഗോ, അദ്ദേഹം കൊന്നെന്ന് വിശ്വസിച്ചിരുന്ന ആളാണെന്ന് മനസ്സിലാക്കുകയും ഹി ഹാഡ് കിൽഡ് ഇയേഴ്സ് എഗോ ഡ്യൂറിങ് എ ഫൈറ്റ്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരാളുമായിട്ടുള്ള അടിപിടിയിൽ താൻ കൊന്നെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് തൻ്റെ മുന്നിലിരിക്കുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. He cleverly tells the stranger the truth about his past without revealing his own identity. അപ്പോൾ he cleverly tells the stranger, അദ്ദേഹം വളരെ ബുദ്ധിസാമർഥ്യത്തോടു കൂടി തന്നെ കാണാൻ വന്ന സ്ട്രേഞ്ചറോട് എന്ത് പറയുകയാണ്? ദ ട്രൂത്ത് അബൌട്ട് ഹിസ് പാസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് തന്നെ അറിയാം ഈ സ്ട്രേഞ്ചർ ആരാണെന്നറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ പാസ്റ്റിനെ കുറിച്ച് പറയുകയും വിത്തൗട്ട് റിവീലിംഗ് ഹിസ് ഓൺ ഐഡൻറ്റിറ്റി, പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല? തൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന്, തന്നിരിക്കുന്ന ഈ അസ്ട്രോളജർ ആരാണെന്നുള്ള ഐഡൻറ്റിറ്റി പുറത്ത് പറയാതെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതും. അത് ആര് വിശ്വസിക്കുകയും ചെയ്യാണ്? അദ്ദേഹം അതിൽ അത്ഭുതപ്പെടുകയും അത് വിശ്വസിക്കുകയും ചെയ്യുകയാണ് ആ സ്ട്രേഞ്ചർ. ദ മാൻ ഈസ് ഷോക്ക്ഡ് ആൻഡ് ലീവ്സ്. പക്ഷേ ഷോക്ക്ഡായിപ്പോയി. തൻ്റെ പാസ്റ്റ് ഇത്രയും കറക്റ്റായി പറഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹം അതിൽ ഷോക്ക്ഡ് ആവുകയും അദ്ദേഹം പറഞ്ഞ കാര്യം വിശ്വസിച്ച് അദ്ദേഹം ആ ചെറിയ ടൗൺ വിട്ടുപോവുകയാണ്. ബിലീവിങ് ദ അസ്ട്രോളജേഴ്സ് വേർഡ്സ്, അസ്ട്രോളജറിൻ്റെ വാക്കുകൾ വിശ്വസിച്ചിട്ട് ആ ടൗൺ വിട്ടുപോവുകയാണ്. ദ സ്റ്റോറി എൻഡ്സ് വിത്ത് അസ്ട്രോളജർ relieved that the man is alive and will not come looking for revenge. The story ends with the astrologer relieved. കഥ അവസാനിക്കുന്നത് അസ്ട്രോളജറെ ആശ്വസിക്കുകയാണ്. that the man is alive. താൻ കൊന്നെന്ന് പറഞ്ഞിരുന്ന തൻ്റെ കയ്യിൽ അബദ്ധവശാൽ തൻ്റെ കയ്യിൽ നിന്ന് മരണപ്പെട്ട ആൾ മരിച്ചിട്ടില്ല എന്നറിയുകയും അതിൽ അദ്ദേഹത്തിന് ഒരു ആശ്വാസം തോന്നുകയും ആൻഡ് വിൽ നോട്ട് കം ലുക്കിംഗ് ഫോർ റിവെഞ്ച്. അദ്ദേഹം ഇനി ഒരിക്കലും, കാരണം ഇത്രയും വർഷങ്ങളായിട്ടും അദ്ദേഹത്തിന് സമാധാനപരമായിട്ടൊന്നും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണം തൻ്റെ കൈകൾ കൊണ്ടൊരാൾ മരണപ്പെട്ടിട്ടുണ്ടല്ലോ എന്നുള്ള ആ ഒരു ചിന്ത കാരണം. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് എന്ത് തോന്നുകയാണ്? അദ്ദേഹത്തിനൊരു റിലീവിങ് അല്ലെങ്കിൽ ഒരു സമാധാനം, ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവുകയും ആൻഡ് വിൽ നോട്ട് കം ലുക്കിംഗ് ഫോർ റിവെഞ്ച്. അദ്ദേഹത്തെ സമാധാനിക്കുകയാണ്. ഇനി അദ്ദേഹം ഒരിക്കലും തന്നോട് റിവെഞ്ച് കാണിക്കാൻ വരികയും ഇല്ല എന്ന് അദ്ദേഹം വിചാരിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അന്നത്തെ ദിവസം ഭയങ്കര ഒരു റിലീഫാണ് തോന്നിയത്.